ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ നല്ലൊരു അടിപൊളി കിഡിലൻ അപ്കമിങ് എപ്പിസോഡാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഒരു പേരക്കുട്ടിയെ താലോലിക്കാൻ വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. തൻ്റെ ആദ്യത്തെ പേരക്കുട്ടി ശ്രുതിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് ചന്ദ്രമതി. അതിനുവേണ്ടി ശ്രുതിയോടുമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. എനിക്ക് എത്രയും വേഗം ഒരു പേരക്കുട്ടിയെ നിങ്ങൾ തരണം. എത്ര നാളായി ഞാൻ പറയുന്നു, ഇനിയും അത് വൈകിപ്പിക്കരുതെന്നൊക്കെ ചന്ദ്രമതി ഉദ്ദേശിക്കുന്ന കേൾക്കുമ്പോൾ ശ്രുതിക്കുവാണെങ്കിലും അതിനോട് താല്പര്യം തന്നെയാണ്. ശ്രുതിക്കാണ് കൂടുതൽ സങ്കടം, ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാത്തതിൽ. ഇനി എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കോ എന്നെല്ലാം ശ്രുതി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയോടായിട്ട് പറയും, ശ്രുതി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഡോക്ടറെ പോയി കണ്ടാലോ? ഇനി നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ സാധിക്കുമല്ലോ. എന്നാൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്താ ശ്രുതി ഈ പറയുന്നത്? നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? എന്നെയും കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് പോകാനാണോ നിന്റെ തീരുമാനം? ഏയ്, അതൊരിക്കലും നടക്കില്ല, ഞാനൊന്നും വരില്ല. ഇക്കാര്യത്തിൽ എനിക്ക് ഡോക്ടറെ കാണാനൊന്നും വരാൻ പറ്റില്ലെന്ന് തീർത്തും പറയുകയാണ് ശ്രുതി. എന്നാൽ ശ്രുതി വീണ്ടും പറയും, ഒരു ചെക്കപ്പിനല്ലേ ശ്രുതി, അത് നടത്തിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. മാത്രമല്ല അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയാലോ. എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രുതി വരാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ ഇല്ലാന്നല്ലേ പറഞ്ഞത്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നീ പോയിട്ട് അങ്ങ് ചെക്ക് ചെയ്താൽ മതി. എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് തന്നെ പറഞ്ഞ് ശ്രുതി ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ശ്രുതിക്കാണെങ്കിലും ശ്രുതിയുടെ ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ കുഴപ്പം എന്റേതായിരിക്കാം. എന്തായാലും അതെല്ലാം അറിയണമെങ്കിൽ ഡോക്ടറെ പോയി കണ്ടാലല്ലേ മനസ്സിലാകൂ. നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണാം ശ്രുതി. നമ്മൾ എന്തായാലും ഒരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാ. അതുകൊണ്ടാ ശ്രുതി ഞാൻ പറഞ്ഞത്, നീ എന്റെ കൂടെ ഒന്ന് വാ, നമുക്ക് ഒരുമിച്ച് പോയി ഡോക്ടറെ കാണാമെന്നേ. ശ്രുതി വീണ്ടും ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നിന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം നീ പറഞ്ഞു വരുന്നത് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാ. അതുകൊണ്ട് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനാണ് നിനക്ക് താല്പര്യം. അതൊരിക്കലും നടക്കില്ല. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ വരില്ല. ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് ഒരു പ്രശ്നമില്ലെന്ന് നിനക്ക് ഇത്ര ഉറപ്പ്? അത് നിനക്കറിയോ? അല്ല, നീയും ആ നീലിമയും കൂടിയിട്ട് കുറച്ചുനാൾ ലിവിങ് ടുഗദറിലായിരുന്നല്ലോ. ഇനി അവളെങ്ങാനും ഗർഭിണി ആയിരുന്നോ? അതുകൊണ്ടുള്ള ഉറപ്പിലാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേ ശ്രുതി, എന്നെ നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് ശ്രുതിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, നിന്റെ സംസാരം കേട്ടാൽ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അപ്പോൾ ശ്രുതി പറയും, എന്നാലേ ഞാൻ നേരെ തിരിച്ച് നിന്നോട് ചോദിച്ചാലോ? കല്യാണത്തിന് മുമ്പേ നീ മലേഷ്യയിലൊക്കെ ആയിരുന്നല്ലോ. നിനക്കവിടെ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ അടുത്ത് അതൊന്നും ചോദിച്ചിട്ടുമില്ല. എന്തായാലും ശ്രുതിയും തമ്മിൽ ഇതിനെ ചൊല്ലി വഴക്കാവുന്നുണ്ട്. അവസാനം ശ്രുതി അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും ആകെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റും മോനെ, നിന്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നും പറയണ്ടമ്മേ, ആ ശ്രുതി അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് ആകെ കൂടെ എന്നെ വെറുപ്പിക്കുക. ഉടനെ ചന്ദ്രമതി ചോദിക്കും, അല്ല എന്താ അവള് പറഞ്ഞത്? നീ എന്തിനാ അവളോട് ഇങ്ങനെ വഴക്കിടുന്നേ? ഞാൻ അവളോട് വഴക്കിട്ടതല്ല. എന്തായാലും ഒരു കുഞ്ഞിനെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവള് പറയുമായിരുന്നു ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, അതിന്റെ ആവശ്യമില്ലെന്ന്. ചന്ദ്രമതി ആണെങ്കിൽ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഡോക്ടറെ കാണാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യം എന്താ? അപ്പോൾ ശ്രുതി പറയും, അവള് പറയുന്നത് ജസ്റ്റ് ഒന്ന് പോയി കാണിക്കാമെന്നാ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ചന്ദ്രമതി ആണെങ്കിലും ശ്രുതിയെപ്പോലെ തന്നെ സംസാരിക്കുകയാണ്. അതിന് നിനക്കെന്ത് പ്രശ്നം ഉണ്ടാവാനാ? അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് ചന്ദ്രമതിയും പറയുന്നത്. തുടർന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് മാത്രമല്ല അമ്മേ, അവൾ എന്നോട് പറയായിരുന്നു, ഞാൻ നീലിമയുടെ കൂടെ കുറച്ചുനാള് ലിവിങ് ടുഗദറിലായിരുന്നല്ലോ. ആ സമയത്തെ നീലിമ ഗർഭിണിയായിട്ടുണ്ടോ എന്നൊക്കെ അവൾ എന്നോട് ചോദിക്കുക. ഇത് കേട്ട് ചന്ദ്രയ്ക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. ഓഹോ, അവൾ അങ്ങനെയൊക്കെ ചോദിക്കോ? അവൾ അത്രയ്ക്കായോ എന്റെ മോനെ താഴ്ത്തി കെട്ടി ഇങ്ങനെ സംസാരിക്കാൻ എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതിയുടെ അടുത്തേക്ക്. എന്നിട്ട് ശ്രുതിയോട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി എന്റെ മോനെ കുറിച്ച് പറഞ്ഞത്? ആ നീലിമയും എന്റെ മോനും കല്യാണത്തിന് മുമ്പ് കുറച്ചു ദിവസം ഒരുമിച്ച് താമസിച്ചു എന്നുള്ളതെല്ലാം ശരിയാ. എന്ന് കരുതി ഇങ്ങനെയൊക്കെ മോശമായി സംസാരിക്കണോ? നീ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഇതുപോലുള്ള സംസാരമൊന്നും ഇനി എന്റെ മോന്റെ അടുത്ത് സംസാരിക്കരുത്. നിനക്കൊരു ഡോക്ടറെ പോയി കാണണമെങ്കിൽ നീ ഡോക്ടറെ പോയി കണ്ടോ. അതിന് എന്റെ മോനെയും കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അവനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് തന്നെ ശ്രുതിക്ക് സപ്പോർട്ടായിട്ട് ചന്ദ്രമതി സംസാരിക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാതെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി അപ്പം തന്നെ അവിടുന്ന് ബാഗും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിലും പിന്നീട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ രവീന്ദ്രൻ വന്ന് ചോദിക്കുകയാണ്, ഇന്നെന്താ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ? അപ്പോൾ ചന്ദ്രമതി പറയും, എന്ത് പറയാനാ രവിയേട്ടാ, ഈ വീട്ടിലെ മൂത്ത മകനല്ലേ ശ്രുതി, അവനല്ലേ ആദ്യം കുഞ്ഞുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്തുനിന്ന് പറഞ്ഞു എത്രയും വേഗം ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ തരണമെന്ന്. എന്നാൽ അത് കേട്ട ശ്രുതി പറയുക ഒരു ഡോക്ടറെ പോയി കാണണമെന്ന്, അതും ശ്രുതിയെ കൂടെ കൂട്ടിയിട്ട്.
നമ്മുടെ മോന് എന്ത് കുഴപ്പമുണ്ടാവാനാ രവിയേട്ടാ? അതുകൊണ്ട് ഞാൻ അവൾക്ക് നല്ല കണക്കിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നീലിമയുടെ കൂടെ കുറച്ചുനാൾ ഒരുമിച്ച് താമസിച്ചതല്ലേ അവൻ. അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കുക നീലിമ ഗർഭിണിയായിരുന്നോ എന്ന്. ഇതൊക്കെ കേൾക്കുന്ന രവീന്ദ്രൻ ചന്ദ്രമതിയോടായിട്ട് പറയുന്നുണ്ട്. ചന്ദ്രമതി കൂടുതലായിട്ട് ശ്രുതിയുടെയും കാര്യത്തിലൊക്കെ ഇടപെടുന്നു എന്ന് കാണുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മക്കളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അവരിപ്പോ കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കല്ലേ. ഇനി നീ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? അവരുടെ ഇടയിൽ പല പല സംസാരങ്ങളും വഴക്കും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നീ ഇങ്ങനെ ചോദ്യം ചെയ്താലേ നിന്റെ വിലയാ പോകുന്നത്. പിന്നെ അവർക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാവട്ടെ. നീയായിട്ട് എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കാൻ പോകുന്നേ? മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് അത്ര നാളുകളൊന്നും ആയില്ലല്ലോ. അതിനു മുമ്പേ നീ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് എന്തിനാ ചന്ദ്രേ? ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ രവിയേട്ടാ. ആദ്യം കുഞ്ഞുണ്ടാവേണ്ടത് അവർക്കല്ലേ. പിന്നെ അത് മാത്രമല്ല, നമുക്കെല്ലാം പ്രായമായി. ഇനിയിപ്പം നമ്മുടെ വീട്ടില് ഒരു പേരക്കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു നേരം പോക്കല്ലേ അതും. അതൊക്കെ ശരിയാ എന്ന് കരുതിയിട്ട് നീ ഇങ്ങനെയൊന്നും പോയി സംസാരിക്കരുത് കേട്ടല്ലോ. ചന്ദ്രയെ മക്കളുടെ കാര്യത്തിന് വിടണം. നമുക്ക് വയസ്സായെന്ന് നീ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതല്ലേ നല്ലത്. 3 മരുമക്കളെയും നീ ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കേ. ഇനി സുധിക്ക് മുമ്പ് സച്ചിക്കോ രേവതിക്കോ ആണ് കുഞ്ഞു പിറക്കാൻ പോകുന്നെങ്കിലും അതിലും നീ സന്തോഷിക്കേ. ആരുടെ കുഞ്ഞായാലും അത് നമ്മുടെ പേരക്കുട്ടി തന്നെ ആയിരിക്കുമല്ലോ എന്നിങ്ങനെയെല്ലാം ചന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് രവീന്ദ്രൻ. അങ്ങനെ ഇരിക്കെ രേവതിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും തലകറക്കവും ഒക്കെ തോന്നുകയാണ്. ഈ സമയത്ത് സച്ചി പലതവണ പറയുന്നുണ്ട്, നമുക്കൊരു ഡോക്ടറെ പോയി കാണാമെന്ന്. നീ ഇങ്ങനെ ജോലിയെല്ലാം ചെയ്തിട്ടായിരിക്കും ഇനി നീട്ടുവെക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും പോയി ഒരു ഡോക്ടറെ കാണാം. രേവതിയാണെങ്കിൽ ഒരു റെസ്റ്റ് പോലും എടുക്കാതെ വീട്ടിലെ സകല ജോലിയും അതുപോലെ പൂ കെട്ടുന്ന ജോലിയും ഒക്കെ ചെയ്ത് റെസ്റ്റില്ലാതെ നടക്കുന്ന കാണുന്ന സച്ചി ഇവിടെ ഒരു സെർവന്റിനെ വെക്കണമെന്നും എങ്കിലേ നിന്റെ ജോലിഭാരം ഇത്തിരിയെങ്കിലും കുറയുമെന്നും രേവതിയോടായിട്ട് പറയുന്നുണ്ട്. എന്നാൽ രേവതി അപ്പോഴും പറയും അതൊന്നും കുഴപ്പമില്ല. ശേഷം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട് രേവതി. എനിക്ക് വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നെല്ലാം രേവതി പറയുന്നത് കേട്ട്, അത് തന്നെയാ നിന്റെ പ്രശ്നം. നീ ഒന്നും കഴിക്കുന്നില്ല, അതാണ് നിനക്ക് ഇത്രയും വയ്യായ്മയും ക്ഷീണവും ഒക്കെ. എന്തായാലും നീ അവിടെ തന്നെ ഇരിക്കും, ഞാൻ നിനക്കൊരു ദോശ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് സച്ചി രേവതിക്കായി ഒരു ദോശ എടുത്തു വരുന്നുണ്ട്. അങ്ങനെ ദോശ വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ രേവതിക്ക് വീണ്ടും ഛർദി വരികയാണ്. രേവതി പോയി ഛർദിക്കുന്നുണ്ട്. ഇത് കാണുന്നതും സച്ചിക്ക് അങ്ങോട്ട് ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് രേവതിയോട് പറയും, കണ്ടോ നിനക്ക് എന്തോ വയ്യായികയുണ്ട്, വന്നേ നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണാമെന്നും പറഞ്ഞ് രേവതിയെ വിളിക്കുകയാണ് കേട്ടോ സച്ചി. ഇതേ സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട്, ഇവൾക്ക് എന്തു പറ്റി, നീ എന്തിനാ ഇവളെ താങ്ങി നിൽക്കുന്നേ എന്നൊക്കെ സച്ചിയോട് തിരക്കുന്നതും ഇവൾക്ക് എന്തോ വയ്യായ്മയുണ്ട്, കുറച്ചു ദിവസമായി അവളിങ്ങനെ പറയുന്നു, നല്ല ക്ഷീണമുണ്ട്, എന്തായാലും ഞാനൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. ഇത് കേൾക്കേണ്ട താമസം ചന്ദ്ര പറയാണ്, ഓ പിന്നെ ഇവൾക്ക് എന്ത് ക്ഷീണമാ, ഇവിടുത്തെ പണിയെടുക്കാതിരിക്കാനുള്ള ഓരോരോ അടവുകൾ. അപ്പോഴേക്കും വർഷയും അങ്ങോട്ട് എത്തുന്നു. വർഷയാണെങ്കിലും രേവതിക്ക് സപ്പോർട്ടായി നിന്നോട്ട് പറയാണ്, ആന്റി എന്തിനാ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനും രേവതി ചേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ചേച്ചി നേരാവണ്ണം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, മാത്രമല്ല ആകെ കൂടെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. ഞാനും ചേച്ചിയോട് പറഞ്ഞതാ ഡോക്ടറെ പോയെന്ന് കാണാൻ, പക്ഷെ ചേച്ചിയാണ് പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, കുഴപ്പമില്ല എന്ന്. ഇപ്പൊ ഏതാ സച്ചിയേട്ടനും പറയുന്നു കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് എന്തിനാ ആന്റി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇവിടുത്തെ ജോലി ചെയ്യാനൊന്നും ചേച്ചിക്ക് ഒരു മടിയുമില്ല. ചേച്ചി തന്നെയല്ലേ ഇത്രയും നാളും ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തത്. ഇവിടെ ആരും ചേച്ചിയെ സഹായിക്കുന്നുമില്ല. എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായിച്ചേനെ. ആന്റിക്കോ ശ്രുതി ചേച്ചിക്കോ ആർക്ക് വേണമെങ്കിലും സഹായിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ആരും അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് കുറ്റപ്പെടുത്താതെങ്കിലും ഇരുന്നൂടെന്ന് വർഷ ചോദിച്ചു പോവുകയാണ് ചന്ദ്രമതിയോട്. ചന്ദ്രമതിക്കാണെങ്കിലും ഉത്തരം മുട്ടി പോകുന്നു. ശേഷം വർഷ സച്ചിയോട് പറയുന്നുണ്ട് രേവതി ചേച്ചിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വരാൻ. ചന്ദ്രമതിക്കാണെങ്കിലും വർഷ രേവതിയെയും സച്ചിയെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്, ഓ ഇവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, പണത്തിന്റെ ഹുങ്കാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് എന്തും വിളിച്ചു പറയാന്നുള്ള ധാരണയാ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി എന്ന് മനസ്സിൽ പറയാണ് ചന്ദ്ര. അങ്ങനെ സച്ചി രേവതിയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട്. രേവതിക്ക് അപ്പോഴും വല്ലാത്ത ക്ഷീണമായിരിക്കും. രേവതിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്. പീരിയഡ്സ് ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് രേവതിയോട് ഡോക്ടർ ചോദിക്കുമ്പോൾ ഈ മാസം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്ന് രേവതി മറുപടി കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന ഡോക്ടർ എന്തായാലും ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ വരട്ടെ, എന്നിട്ട് ഞാൻ മരുന്ന് എഴുതി തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്തോളെന്നും പറഞ്ഞ് അവർ രണ്ടുപേരെയും പുറത്തു വിടുന്നുണ്ട്. ആ സമയത്ത് ക്യാൻറ്റീനിൽ പോയി രേവതിക്ക് ഭക്ഷണം എല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട് സച്ചി. രേവതിക്കാണെങ്കിൽ അതൊന്നും വേണ്ടെങ്കിൽ കൂടെ സച്ചി നിർബന്ധിച്ചുകൊണ്ട് കഴിപ്പിക്കുകയാണ്. പിന്നീട് റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം ഡോക്ടറെ കാണാനായിട്ട് അവരുള്ളിലോട്ട് കയറുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ആ സന്തോഷ വാർത്ത പറയാനായിട്ട് നിൽക്കുമായിരിക്കും. പേടിക്കാനൊന്നുമില്ലെന്നും ഒരു സന്തോഷ വാർത്തയുണ്ട്, രേവതി ഒരമ്മയാകാൻ പോവുക, സച്ചി താനൊരു അച്ഛനാകാനും പോകുന്നു
എന്നിങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ട് സച്ചിയുടെയും രേവതിയുടെയും സന്തോഷത്തിന് അതിരില്ല. സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ് രണ്ടുപേരും. വീട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അത് കൊടുത്തുകൊണ്ട് ഈ സന്തോഷ വാർത്ത എല്ലാവരോടും പങ്കുവെക്കുകയാണ് സച്ചി. ഇത് കേൾക്കുന്നതും രവിക്കും ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിലും രേവതിയോട് വെറുപ്പുണ്ടെങ്കിൽ പോലും തന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു പേരക്കുട്ടി പിറക്കാൻ പോകുന്നു, അത് സച്ചിയും രേവതിയും കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ദേഷ്യവും വെറുപ്പും ഒക്കെ കുറച്ചൊന്ന് മാറ്റിവെച്ച് ചന്ദ്രയും ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ചന്ദ്രയുടെ അടുത്ത് നിന്ന് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് രേവതി. എന്നാൽ ഈ വാർത്ത ശ്രുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തന്നേക്കാൾ മുന്നേ രേവതി ഗർഭിണിയായതോർത്ത് രേവതിയോട് അസൂയ തോന്നുന്നുണ്ട് ശ്രുതിക്ക്. അതുപോലെ തന്നെ ശ്രുതിക്കും ആകെ ദേഷ്യമായിരിക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ. ചന്ദ്രയുടെ മനസ്സ് ചെറുതായി ഒന്ന് ഇളകുന്നുണ്ട്. രേവതിയെ സ്നേഹിക്കാനും രേവതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ചന്ദ്ര തന്നെയായിരിക്കും പിന്നീട് മുന്നിട്ടിറങ്ങുന്നത്.